മെയിൻ കലാകാരന്മാർ സാറേ നിൽക്കേ. കാർഗിൽ ഇന്ന് ഭാരതത്തിൽ ഉടനീളം കഴിഞ്ഞ 1999 ശേഷമുണ്ടായ കോൺഫ്ലിക്റ്റിന് ശേഷം എല്ലാ വർഷവും നമ്മുടെ ഭാരതത്തിൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എക്സ് സർവീസുകാരായാലും അത് സിവിലിയനായാലും ഒരുപോലെ തന്നെ ഈ വിജയ ദിവസ് ആഘോഷിക്കുന്നുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് 1924 ഓഗസ്റ്റ് മാസം 26 തീയതി വരുമ്പോൾ നമ്മുടെ സിൽവർ ജൂബിലി 25 വർഷം തികയുന്ന സിൽവർ ജൂബിലി ആഘോഷിച്ചു വരികയാണ്. ആ സമാരോഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. 1971 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഒരു യുദ്ധം എന്ന് പറയാൻ പുറമെ ലോകരാജ്യങ്ങൾ അതിനെ വീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് 71 ശേഷമാണ് ഉണ്ടാകുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ളതാണ്. കാരണം ചെറിയ എന്തെങ്കിലും പാകപ്പിഴകൾ രാജ്യത്ത് നടക്കുമ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാർഗിൽ കോൺഫ്ലിക്റ്റ് റിപ്പോർട്ട് ചെയ്തത് ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ സിവിലിയൻ ആട്ടിടയന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതെല്ലാം തുടങ്ങാൻ കഴിഞ്ഞത്. ആ ഒരു ഇൻഫർമേഷൻ 1999 മെയ് ജൂൺ മാസങ്ങളിൽ ആട്ടിടയന്മാരിൽ നിന്ന് കിട്ടിയ ചെറിയൊരു ഇൻഫർമേഷൻ ശരിയാണോ എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ വെച്ച നമ്മുടെ പെട്രോളിംഗ് ടീം പോയ ടീമുകളിൽ ഏകദേശം ഒരു 70% പേര് തിരികെ വരാതായതും വൂണ്ടഡ് ആയിട്ടുള്ളതും അതിമാരകമായിട്ടുള്ള മുറിവുകൾ സംഭവിച്ച് അങ്ങനെ വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കാർഗിലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നത്. കാർഗിലിൽ നമ്മുടെ ഇന്ത്യൻ ആർമി, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ അവിടെയുള്ള ആ ഒരു ഭാഗത്തിൻ്റെ നമ്മുടെ ഓഫീസേഴ്സ് ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റക്കാർ, നമുക്ക് അറിയാം 71 യുദ്ധത്തിന് ശേഷം സിംല കരാർ പ്രകാരം ലൈൻ ഓഫ് കൺട്രോള് നമ്മളൊരു ആധികാരിക രേഖ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആധികാരികത രേഖയിൽ മറികടന്നുകൊണ്ട് ലൈൻ ഓഫ് കൺട്രോളെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് കയറുന്ന നുഴഞ്ഞുകയറ്റക്കാരെ നമ്മൾ എല്ലാ കാലങ്ങളിലും നമ്മൾ പുറകോട്ട് അവരെ അടിക്കാറുണ്ട്. പക്ഷേ ഈ തവണ സംഭവിച്ചത് നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ആളുകൾ കാർഗിൽ എന്നുള്ള ആ ഒരു പോർഷൻ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. കാരണം കാർഗിൽ അവർ കൈയടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ മുതലുള്ള എല്ലാ നമ്മുടെ നാഷണൽ ഹൈവേകൾ ഇവരുടെ അണ്ടറിലേക്ക് പോകും. അങ്ങനെ പോയാൽ നമുക്ക് സിയാച്ചിൻ ഗ്ലേസിയർ പോലെയുള്ള നമ്മുടെ അതിപ്രധാനമായിട്ടുള്ള യുദ്ധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണ കേന്ദ്രങ്ങൾ അവരുടെ അണ്ടറിലായി പോകും. മറ്റുള്ള സിവിലിയനെ സംബന്ധിച്ചിടത്തോളം കാർഗിൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രദേശം മാത്രമാണ്. ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം കാർഗിൽ നമുക്ക് വളരെ വിലപ്പെട്ട ഒരു ഏരിയയാണ്. കാരണം ഈ നമ്മൾ പറയുന്ന സിയാച്ചിൻ ഗ്ലേസിയർ പോലെയുള്ള നമ്മുടെ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം അവരുടെ അണ്ടറിലായാൽ നമുക്ക് നോർത്തേൺ സൈഡ് കംപ്ലീറ്റ് അവർക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമുക്ക് കാർഗിൽ ഈ കോൺഫ്ലിക്റ്റിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാർഗിൽ കോൺഫ്ലിക്റ്റിനെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായത്. ഇങ്ങനെയുള്ള നുഴഞ്ഞുകയറ്റം കയറി കണ്ടപ്പോഴാണ് നമ്മൾ ഇന്ത്യൻ ആർമിയുടെ മുഴുവൻ ആ ഭാഗങ്ങളിലുള്ള നോർത്തേൺ കമാൻഡിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലെയും നമ്മൾ അവിടെ വിന്യസിക്കുകയും എയർഫോഴ്സിൻ്റെ സഹായം കൂടി ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ ഓഗസ്റ്റ് 26 തീയതി 14 തീയതി മുതൽ 26 തീയതി വരെ നടന്ന ഈ അതിപ്രധാനമായിട്ടുള്ള കോൺഫ്ലിക്റ്റിലാണ് നമുക്ക് ഈ വിജയം നമുക്ക് കണ്ടെത്താനായത്. അത് തന്നെ വളരെ അധികം നമ്മുടെ ഏകദേശം 527ഓളം
നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ചിട്ടാണ് നമുക്ക് അവിടെ ഇന്ത്യയുടെ പതാക സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയ ദിവസത്തിന് അതിപ്രധാനമുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. സാർ, ഒത്തിരി സന്തോഷമുണ്ട് സാറിൻ്റെ വാക്കുകൾക്ക്. ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ അതിനുപരിയായിട്ട് സാർ 1-2 സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈയിടെ അറിയാൻ കഴിഞ്ഞത് ഒരു ബാങ്ക് യൂണിയൻ നമ്മുടെ ഇതിനെല്ലാം കാരണക്കാരനായ പർവേസ് മുഷറഫിനെ അനുസ്മരിക്കുന്ന ഒരു സംഗതി ഉണ്ടായി. അതിനെപ്പറ്റി സാറിന് ഈ കേരളത്തിലെ ജനതയോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റ് അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഏത് ചെറിയ സംഘടനയാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് നമ്മുടെ എക്സ് സർവീസ് വിഭാഗത്തിന്, വിമുക്ത ഭടന്മാർക്ക് ഏകദേശം അറിയപ്പെടുന്ന 50യോളം ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകളുണ്ട്. നമ്മളുടെ ഏകീകരണമില്ലാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരൊറ്റക്കെട്ടായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുന്ന